ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ പുതിയതായിട്ട് കുറച്ച് പെയിൻ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പല ടൈപ്പ് പെയിൻറ്റ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് നിയോൺ കളേഴ്സിൻ്റെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലാദ്യം ആ ഒരു നിയോൺ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതൊക്കെ അതിലുണ്ട്. പിന്നെ അത് വെച്ചിട്ട് ചെയ്യുന്ന 2-3 ബോട്ടിൽ ആർട്ടിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു പിക്കൊക്കെ ആ ഒരു കാറ്റലോഗിലുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ 4 കളേഴ്സാണുള്ളത്. നിയോൺ ഗ്രീന്, നിയോൺ ഓറഞ്ച്, നിയോൺ പിങ്ക്, പിന്നെ നിയോൺ യെല്ലോ. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള 4 കളേഴ്സാണ്. ഞാൻ ഈ ബോട്ടിലിന് റേറ്റ് നോക്കിയ സമയത്ത് ഇതിൽ റേറ്റ് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 15 ml ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ ബോട്ടിലിന് 20 റുപ്പീസാണ് റേറ്റ്. പക്ഷേ ആ റേറ്റ് അല്ല, നിയോൺ കളേഴ്സ് ആകുമ്പോൾ 25 റുപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ 4 ബോട്ടിലിനും കൂടെ 100 റുപ്പീസ് ആവും. അപ്പം നമ്മൾ ഈ ഒരു ബോക്സ് ആയിട്ട് വാങ്ങിക്കുന്നതുകൊണ്ട് ഒരു 99 റുപ്പീസാണ് കാണിക്കുന്നത്, 1 റുപ്പി കുറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലുലു മാളിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ 84 റുപ്പീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ആക്രിലിക് പെയിൻറ്റിൻ്റെ വലിയ ബോട്ടിൽസാണ്. 100 ml ബോട്ടിലാണ്. ഇത് ഡാർക്ക് ഗ്രീൻ ആണ്. അപ്പോൾ 100 ml 90 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ സാൽമൺ പിങ്ക് ആണ് കേട്ടോ അടുത്തത്. നല്ലൊരു ഭംഗിയുള്ളൊരു കളറാണ്. അപ്പോൾ ഇതൊക്കെ 90 റുപ്പീസാണ് 100 ml വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ. നമ്മൾ ഇതുപോലുള്ള കുഞ്ഞു ബോട്ടിൽസ് 20 റുപ്പീസ് വരുന്നുണ്ട് 15 ml തന്നെ. പക്ഷേ ഈ ഒരു ബോട്ടിലിന് 100 ml 90 റുപ്പീസേ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ കുറേ കളേഴ്സും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ക്രോം യെല്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും 90 റുപ്പീസ് തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മജന്ത കളറാണ്, പിന്നെ അതുപോലെ ഡാർക്ക് ബ്രൗണ്, പിന്നെ ലൈറ്റ് ബ്രൗൺ. അപ്പോൾ അതിന് ബേൺ സിയന്ന എന്നാണ് ആ ഒരു കളറിൻ്റെ പേര്. അപ്പോൾ ആ ഒരു കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ക്രിംസൺ റെഡ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഒരു ക്രിംസൺ റെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബ്ലാക്ക് വാങ്ങിച്ചു. ഈ ഒരു ബ്ലാക്കിന് 100 റുപ്പീസാണ് 100 ml വന്നിട്ടുള്ളത്. പിന്നെ നിയോൺ ഗ്രീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും 100 ml 100 റുപ്പീസ് തന്നെയാണ്. പിന്നെ അതുപോലെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള വൈറ്റ് കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫെവിക്രിലിൻ്റെ 100 ml വൈറ്റ് ഇതിന് 100 റുപ്പീസായിരുന്നു റേറ്റ്. പക്ഷേ ഫാബ്രിക്കേഡത് ഞാനൊന്ന് അതിൻ്റെ മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 100 ml 110 രൂപയാണ് റേറ്റ്. 110 ആണ്. അപ്പോൾ 10 റുപ്പീസ് കൂടുതലാണ് ഫെവിക്രിലിൻ്റെ കളറിനേക്കാളും കാമലിൻ്റെ ആ ഒരു പെയിൻറ്റിന്. സെയിം അളവ് തന്നെയാണ്, 10 റുപ്പീസ് കൂടുതലാണ്. പിന്നെ ഈ ഒരു ബോട്ടിൽസിൽ ചിലതിനൊക്കെ 90 റുപ്പീസിൻ്റെതുണ്ട്, ചിലത് 100 റുപ്പീസിൻ്റെതും ഉണ്ട്. അപ്പം ഞാൻ ആദ്യം 90 റുപ്പീസിന് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രോം യെല്ലോ, പിന്നെ അതുപോലെ ഈ ഒരു ബ്ലൂ ഉണ്ടല്ലോ, ബ്ലൂ കളറ്, ആ ഒരു സിയന്ന, അതേപോലെ പിങ്ക് കളർ, അതൊക്കെ 90 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഡാർക്ക് ഗ്രീന്, ലൈറ്റ് ഗ്രീനൊക്കെ. പിന്നെ ആ ഒരു മേലെ വെച്ചിട്ടുള്ള അതെല്ലാം 100 റുപ്പീസാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരേ അളവും ഒരേ കളറുള്ളതിന് തന്നെ എനിക്ക് 2 റേറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നോക്കിയിട്ട് 90 റുപ്പീസ് ഉള്ളത് മാത്രം ആദ്യം കുറേ എടുത്തു. പിന്നെ അത് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ 100 റുപ്പീസിൻ്റെ വേറെ കളേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പുതിയ ഡേറ്റിൽ വരുന്ന സംഭവമൊക്കെ അവർ പറഞ്ഞു റേറ്റ് കൂടിയിട്ടാണ് വരുന്നത്, 10 റുപ്പീസ് കൂടിയിട്ട്. അപ്പോൾ പഴയ സ്റ്റോക്ക് ഉള്ളതിനൊക്കെ 90 റുപ്പീസാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പെയിൻ്റൊക്കെ വാങ്ങിക്കണം എന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ. കാരണം ഓരോ ബോട്ടിലും 10 റുപ്പീസ് വെച്ചിട്ട് ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ നമുക്ക് ബോട്ടിലാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ പെയിൻറ്റിൻ്റെ ആവശ്യം വരുമല്ലോ. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ കടയിൽ പഴയ ഡേറ്റിലുള്ള പെയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് 90 റുപ്പീസ് വരുന്നേ ഉള്ളൂ. പിന്നെ ഞാനൊരു ചോക്ക് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 60 ml 150 റുപ്പീസാണ് ഈ ഒരു ചോക്ക് പെയിൻറ്റിൻ്റെ അതിന് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ 2 ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ 3D ഔട്ട്ലൈനർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 30 ml 69 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നീട് ഇതൊക്കെ ചെയ്ത് നോക്കാം, ക്രാഫ്റ്റൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു ബൾക്കായിട്ടുള്ള ബോട്ടിലാണ്. ഇത് ക്ലാസിക് എന്ന് പറഞ്ഞ കമ്പനിയുടേതാണ്. മെറ്റാലിക് സിൽവർ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് 500 ml ആണ് ഇത് ഉള്ളത്. അപ്പോൾ അതിന് റേറ്റ് വന്നിട്ടുള്ളത് 247 ആണ്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഒരു മെറ്റാലിക് പെയിൻറ്റിന് 15 ml ആ ഒരു ബോട്ടിലിന് 25 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഇത് നമുക്ക് 247 ആവുന്നത് 500 ml ആണ്. നമുക്ക് നല്ല ലാഭമാണ് നമ്മളിങ്ങനെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ. നമ്മളിങ്ങനെയുള്ള കുഞ്ഞ് ബോട്ടിൽ ഒരു 10 ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ തന്നെ 250 റുപ്പീസ് ആവും. അപ്പോൾ ഇതിന് ഈ ഒരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ 500 ml 247 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നല്ല ലാഭമാണെന്നുള്ളത്. ഞാനതുപോലെ മെറ്റാലിക് ഗോൾഡിൻ്റെ ഒരു ടിന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് 500 ml 313 ആണ് റേറ്റ് വന്നിട്ടുള്ളത്, 313 രൂപ. നമ്മൾ ആ ഒരു കുഞ്ഞ് ബോട്ടിലാണ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 രൂപയ്ക്ക് ഒരു 180 ml ആണ് ഈ ഒരു മെറ്റാലിക് ഗോൾഡ് കിട്ടുക. അപ്പോൾ അത് നമുക്കിവിടെ 500 ml നമുക്ക് 313 രൂപയാവുന്നേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് നല്ല ലാഭമാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഇതിപ്പോൾ ഒരു 2 മാസത്തിലേറെയായി, ഇതുവരെ പൊളിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് പൊട്ടിച്ച് നോക്കാം. ഞാനിത് നമ്മൾ വീട്ടിൻ്റെ ആവശ്യത്തിന് പെയിൻ്റൊക്കെ വാങ്ങിക്കുന്നില്ല, അപ്പോൾ അങ്ങനെയുള്ള കടയിൽ നിന്നാണ് ഈ ഒരു 2 ബോക്സും വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഡൈല്യൂട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെയൊക്കെ നേർപ്പിച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കത് പറ്റുമെന്ന് അറിയില്ല, ബോട്ടിലേക്കൊക്കെ നമുക്കത് യൂസ് ആവുമെന്ന് അറിയില്ല. നമുക്കത് പിന്നീടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ ആ ഒരു മെറ്റാലിക് ഗോൾഡ് പെയിൻറ്റ്. അപ്പോൾ നമ്മൾ ആ ഒരു നല്ലൊരു ഗോൾഡൻ കളർ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കാണുന്ന സമയത്ത് ഒരു യെല്ലോ കളറായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ഗ്ലൈസിങ് ഉള്ളതായിട്ടാണ് നമുക്ക് ക്യാമറയിൽ ഇല്ലാതെ ഇങ്ങനെ നേരിട്ട് കാണുന്ന സമയത്ത്. ഈ ഒരു ക്യാപ്പിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്ലൈസിങ് ഒക്കെ കാണുമ്പോൾ മനസ്സിലുണ്ടാവും ഒരു ഗോൾഡൻ കളറിൻ്റെത്. ഈ ഒരു കുഞ്ഞു ബോട്ടിൽ കാണുന്ന ആ ഒരു പെയിൻറ്റ് പോലെ തന്നെ ഉണ്ട് കേട്ടോ നേരിട്ട് കാണുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഡ്രൈ ആകുന്ന സമയത്താണ് ആ ഒരു കളറ് കാണുന്നതെന്ന്. ഞാനപ്പോൾ ഇത് അടച്ചു വെച്ച സമയത്ത് എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സിൽവർ പെയിൻ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. ഇതാണ് നമ്മൾ ആ ഒരു മെറ്റാലിക് സിൽവർ പെയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഒരു വൈറ്റ് കളറായിട്ടാണല്ലേ തോന്നുന്നത്. അപ്പോൾ അത് നല്ല ഗ്ലൈസിങ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ലൊരു പേൾ വൈറ്റ് പോലെയുണ്ട്. അപ്പോൾ ആ ഒരു ക്യാപ്പിൽ കാണുമ്പോൾ നല്ലൊരു ഷൈനിങ് ഒക്കെ തോന്നുന്നുണ്ടല്ലോ. പക്ഷേ ആ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്ര അങ്ങ് എടുത്ത് കാണിക്കാത്തത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡാർക്കായിട്ടുള്ള ബോട്ടിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി നോക്കിയിട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെ കാണുമ്പോൾ ഒരു വൈറ്റ് തന്നെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ കുറച്ചൊന്ന് ഡ്രൈ ആകുന്ന സമയത്ത് നല്ലൊരു സിൽവർ കളർ തന്നെ ആയി വരുന്നുണ്ട്. ഇത് അവർ പറഞ്ഞിട്ടുണ്ടായി നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും കട്ടായി പോകുന്നില്ല എന്നാണ്. അപ്പോൾ നമുക്ക് ഈ ആൻറ്റിക് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഈ ഒരു മെറ്റാലിക് ഗോൾഡും ഒക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് നല്ല ലാഭമാണ്. നമുക്ക് കുറച്ച് വാങ്ങിക്കുന്ന ആ ഒരു പൈസക്ക് നമുക്ക് ഇത്രയും കിട്ടുകയാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് പിന്നീട് ബോട്ടിലൊക്കെ ചെയ്യാം കേട്ടോ. ഇത്രയൊക്കെയാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെയിൻ്റൊക്കെ. പിന്നെ ഞാനൊരു 2-3 സെറ്റ് പെയിൻറ്റ് ബ്രഷും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 ഇതിൻ്റെ ബ്രഷാണ്, റൗണ്ട് ബ്രഷാണ് കേട്ടോ. അപ്പോൾ ഇത് അത്ര ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒന്നല്ല, പോണി ഹെയറിൻ്റെ ആ ഒരു ബ്രിസിൽസൊക്കെയാണ്. 70 റുപ്പീസാണ് ഈ ഒരു 4 ബ്രഷിന് റേറ്റ് വരുന്നത്. ഫാബർ കാസിലിൻ്റെതാണ്. പിന്നെ ഇതും ഫാബർ കാസിലിൻ്റെ റൗണ്ട് ബ്രഷ് തന്നെയാണ്, ട്രൈ ഗ്രിപ്പ് ആയിട്ടുള്ള 4 ബ്രഷാണ്. 70 റുപ്പീസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളതും. അപ്പോൾ അതിന് നല്ലൊരു ഗ്രിപ്പ് ഉള്ളതാണ് കേട്ടോ അതിൻ്റെ ഹാൻഡിലിനൊക്കെ. അപ്പോൾ നമുക്കിങ്ങനെ ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഈസി ആയിരിക്കും. ഈ ഒരു ടൈപ്പ് പോണി ഹെയർ ആണ്. പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ സിന്തറ്റിക് ഹെയർ ആണ് അതിൻ്റെ ആ ഒരു ബ്രേസ്ലെറ്റ്സ്. ആ ഒരു 2 ഡിഫറൻസ് ആണ് ഉള്ളത്. പിന്നെ ഞാനിത് കുറച്ച് നേരത്തെ വാങ്ങിച്ചിട്ടതായിരുന്നു. അപ്പോൾ ഇതിൽ ആ ഒരു ചെറിയ ബ്രഷ് ഞാനിപ്പോൾ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ല ബ്രഷാണ് കേട്ടോ, കുറച്ചുകൂടി റേറ്റ് കൂടിയിട്ടുള്ള ബ്രഷാണ്. 150 റുപ്പീസായിരുന്നു ആ ഒരു 6 ബ്രഷിന് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു 2 പെയിൻറ്റ് ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുള്ളത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് പെയിൽ എമറാൾഡ് ആണ് ഈ ഒരു കളറിൻ്റെ പേര് കേട്ടോ. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് ഇപ്പോൾ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കളറാണ്. പിന്നെ അതുപോലെ ഇത് ടർക്കിഷ് ബ്ലൂ ആണ്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അത് വെച്ചിട്ട് ബോട്ടിലൊന്നും ചെയ്തിട്ടില്ല. നല്ലൊരു ഭംഗിയുള്ളൊരു ബ്ലൂ കളറാണ്. അപ്പോൾ ഈ ഒരു പെയിൽ എമറാൾഡ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിൽ ഈ ഒരു കളറാണ് കേട്ടോ. ഒരു പ്രത്യേക ഒരു കളറാണ്, നമുക്ക് നല്ലൊരു കണ്ണിനൊരു ഇഷ്ടമാകുന്ന ടൈപ്പ് നല്ലൊരു കളറാണ്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ള കളറാണ്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസൊക്കെയാണ് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ബാക്കി ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഒന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഈ പെയിൻറ്റ് മാത്രം ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ളത് കാണിച്ചതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പഴയ ബ്രഷുകൾ, പിന്നെ അതുപോലെ പല ടൈപ്പ് ഡെക്കോ പേജ് ടിഷ്യൂസ്, ഡെക്കോ ട്രാൻസ്ഫർ ഷീറ്റ്സ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ പല പാർട്ടായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.